തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇന്ന് രാജ്യസഭയിലും കൂടി ഇത് ബില്ല് അവതരിപ്പിച്ച് നിയമമാകുമ്പോൾ പ്രസിഡന്റ് അതിൽ സൈൻ ചെയ്യുമ്പോൾ നിയമമായി. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുണ്ട്. ന്യൂനപക്ഷ മോർച്ചയുടെ സുരേഷ് ഗോപിയുണ്ട്. കോൺഗ്രസ് എം പി നിങ്ങൾ ആദ്യം ശ്രീ ജോസഫ് ബെനി, ബി.ജെ.പിയുടെ വാഗ്ദാനമായിരുന്നു വഖഫിലൂടെ മുൻപത്തിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നത്. പക്ഷേ ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു അത് സാധ്യമാകില്ല എന്ന്. നിങ്ങൾ പൂർണ്ണ നിരാശരാണോ ആ വാക്കുകൾ കേൾക്കുമ്പോൾ? തീർച്ചയായും ഞങ്ങൾ നിരാശരാണ്. കാരണം ഇനിയും എത്ര നാൾ ഞങ്ങൾ കോടതികളിൽ കയറിയിറങ്ങി നടക്കേണ്ടതായി വരും. അത് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരള ഗവൺമെന്റിനെ തന്നെയാണ്. കാരണം കേരള ഗവൺമെന്റ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അതിലൂടെ ഒരു പരിഹാരം തന്നെ ഇനി ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഈ ഒരു അവസ്ഥയിൽ മന്ത്രിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വഞ്ചിക്കപ്പെട്ടു എന്നുള്ള ഒരു ഫീല് തന്നെയാണോ തോന്നുന്നത്? ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചു. ആ പ്രശ്നപരിഹാരം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ തീർത്തും നിരാശരാണ്. അപ്പോൾ ബി.ജെ.പിയും കേന്ദ്രവും തെറ്റായ വാഗ്ദാനം നൽകി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ പ്രതീക്ഷ എന്തിലാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് കേരളത്തിലെ ഗവൺമെന്റ് ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിച്ചു തരും. അതിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് കേന്ദ്രത്തിനെ കൊണ്ട് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല. അത് നിരാശാജനകമാണ്.